ആയിട്ട് ലാലം പുത്തൻപള്ളിയുടെ വിശിഷ്ട നമ്മൾ നടത്തുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഈ ദേവാലയം നിറയെ ഇടവകക്കാർ ഈ പരിശുദ്ധ കുർബാനയിൽ ഒന്നിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു കുർബാനയിൽ ഒരിടവക സമൂഹം മുഴുവനും ഒന്നുചേരുന്ന കീഴ്വഴക്കമാണ് ആദ്യകാലം മുതൽ വിശുദ്ധയ്ക്ക് ഉള്ളത്. 1 ആൾട്ടർ, 1 ബിഷപ്പ്, 1 യൂക്കരിസ്റ്റ്, 1 കമ്മ്യൂണിറ്റി. ഒരൾത്താര, ഒരു കുർബാന, ഒരു മെത്രാൻ, ഒരു സമൂഹം. ഇതാണ് വിശുദ്ധ. പ്രായോഗികമായിട്ട് നമുക്ക് പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകും. ഒരു കുർബാനയിൽ എല്ലാവരും വരണം എന്ന് പറയുമ്പോൾ അത് വരാത്തവരും ഉണ്ടെന്ന് നമുക്കറിയാം, സാധിക്കാത്തവരും ഉണ്ടെന്നറിയാം. എങ്കിലും നമ്മൾ ചിരപുരാതനമായ ആ ഒരു കീഴ്വഴക്കം സഭയിൽ തുടരാൻ വേണ്ടിയാണ് സാധ്യമാകുന്നവരെല്ലാം ഒറ്റ കുർബാനയിൽ വന്ന് വിയാരിച്ചനോട് ചേർന്ന് ഇടവക സമൂഹത്തിന് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന ആ കുർബാനയാണ് വിശുദ്ധയുടെ ഏറ്റവും കാതലായ യാഥാർത്ഥ്യം. ഇന്നലെ ഞാൻ 4:30 മണിക്ക് ഇവിടെ എത്തി. നമ്മളുടെ ഇടവകയിലെ സ്ഥാപനങ്ങളിൽ, മഠങ്ങളിൽ പോയി 10 മിനിറ്റ് വീതം പ്രാർത്ഥിച്ചു. 1-2 വീടുകൾ സന്ദർശിച്ചു. തിരിച്ച് 6:30 പള്ളി കമ്മിറ്റിക്കാരും ആയിട്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ചു, വന്ന് നമസ്കാരം ചൊല്ലി. പിന്നീട് 1 മണിക്കൂർ ഈ ഇടവകയെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. നല്ല ഒരു കമ്മിറ്റിയാണ് നമുക്കുള്ളത്. എല്ലാവരും തന്നെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ഇടവകയിലെ പ്രവർത്തനങ്ങളും ഇനി വരും കാലങ്ങളിൽ നമ്മൾ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ചേർത്ത് നന്നായിട്ട് പങ്കുവയ്ക്കാൻ അറിയാവുന്ന ഒരു പള്ളി കമ്മിറ്റിയാണിത്. അതിലെനിക്കതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുമെല്ലാം നമ്മളെല്ലാവരും ഒന്നിച്ച് കേട്ട് രേഖപ്പെടുത്തിയതുമാണ്. പുത്തൻപള്ളി ഒന്ന് കേന്ദ്രമാക്കിയാണ് ഇനി പല വികസിക്കാൻ പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വാസയോഗ്യമായ വീടുകളും കച്ചവട കേന്ദ്രങ്ങളും ആരാധനാ കേന്ദ്രങ്ങളുമെല്ലാം ഇവിടേക്ക് ഊന്നൽ കൊടുത്ത് കൊണ്ടുവരികയാണ്. ഈ ദേശം, ഈ പ്രദേശം വളരെ വളർന്നു. നമ്മുടെ പുത്തൻ ദേവാലയവും നമ്മളുടെ മാർക്കറ്റിംഗ് കോംപ്ലക്സും അതുപോലെ ഈ നാടുകളിൽ ഇവിടെ നമ്മൾ പുത്തനാക്കി കണ്ടെത്തിയ ഒട്ടനവധി കാര്യങ്ങളും വഴി ഇവിടം കൂടുതൽ ശ്രദ്ധേയമായി. നമുക്കറിയാവുന്നതുപോലെ പാലായിലെ 3 പള്ളികൾ, കത്തീഡ്രലും അല്ലെങ്കിൽ വലിയ പള്ളിയും പഴയ പള്ളിയും പുത്തൻ പള്ളിയും ഒരു തൃത്വാത്മക സ്വഭാവത്തിൽ ഈ ദേശത്തെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന 3 ദേവാലയങ്ങളാണ്. ഇവിടം ഒരു കുന്നും പ്രദേശമായതുകൊണ്ടും വെള്ളപ്പൊക്കം പോലെയുള്ള പ്രയാസങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഇവിടേക്ക് ആളുകൾ കൂടുതൽ താമസിക്കാനും കച്ചവട സൗകര്യങ്ങൾക്കും മറ്റുമായിട്ട് അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്ക് ഭാവിയിൽ ഇതിലും വലുതായിട്ട് ഈ ഇടവകയും ഈ സമൂഹവും മാറും. ഇവിടം കേന്ദ്രമാക്കി പാലായിക്ക് നല്ല ലീഡർഷിപ്പ് കൊടുക്കാനായിട്ട് സാധിക്കണം എന്നാണ് എൻ്റെ പരിപൂർണമായ ബോധ്യവും. ഇന്നത്തെ നമ്മളുടെ തിരുക്കർമ്മങ്ങൾ സാമാന്യം നീണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് സെമിത്തേരി സന്ദർശനമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മൾ മരണപ്പെട്ട് സ്വർഗത്തിലേക്ക്, പറുദീസായിലേക്ക് പോകുന്നതിൻ്റെ അടയാളമായിട്ടാണ് ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ മരണപ്പെട്ട ആളുകളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതിനായിട്ട് സെമിത്തേരിയിലേക്ക് പോകുന്നത്. ഇന്നത്തെ വായനകളെല്ലാം കർത്താവിൻ്റെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ചാണ്. അത് ആ ഒരു കർമ്മമാണ് വാസ്തവത്തിൽ നമ്മുടെ സെമിത്തേരി സന്ദർശനത്തിലൂടെ
നടത്തുന്നത്. അതുകൊണ്ട് അതും നമ്മളുടെ ഈ വിശുദ്ധിയുടെ സർവപ്രധാനമായ കാര്യമായിട്ട് നിങ്ങളെല്ലാവരും കരുതണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് മാത്രം 1-2 ചിന്തകളൊന്ന് പങ്കുവയ്ക്കുകയാണ്. എല്ലാ വായനകളും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന തിരുവചനങ്ങളാണ്. നമ്മൾ ആരാധനാക്രമ മത്സരത്തിൽ ഏലിയ, ശ്ലീവ, മോശെ കാലഘട്ടത്തിലാണ്. അതിൽ നമ്മൾ ശ്ലീവ കാലം 2-ാം ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ നാടുകളിലെ വായനകളും ചിന്തകളുമെല്ലാം കർത്താവിൻ്റെ ശ്ലീവായെക്കുറിച്ചും അവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചുമാണ്. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിനാണ് ദൈവശാസ്ത്ര ഭാഷയിൽ പറൂസിയ, സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തെ നോക്കിപ്പാർത്താണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കിഴക്കോട്ട് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കുന്ന റെസിഡൻ്റ് ഏലിയൻസ് എന്നാണ് ക്രൈസ്തവരെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്കിവിടെ റെസിഡൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഏലിയൻസാണ്, കടന്നു പോകേണ്ടവരാണ്, മൈഗ്രൻസാണ്. നമ്മളുടെ യഥാർത്ഥ വീട് സ്വർഗമാണ്. അങ്ങനെ കർത്താവിൻ്റെ പറൂസിയ, രണ്ടാമത്തെ വരവ് ശ്ലീവായുടെ അടയാളത്തോടു കൂടിയായിരിക്കും. ആ വരവ് നമുക്ക് വലിയ വിസ്മയവും വേദനയും അല്ലെങ്കിൽ ഹൃദയഭേദകമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശഗോളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു വീഴും, ആകാശശക്തികൾക്ക് ഇളക്കം തട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നത്. നമുക്ക് വലിയ വെള്ളപ്പൊക്കവും ഭൂമികുലുക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ വാസ്തവത്തിൽ ഈ ചിന്തകൾ നമ്മെ ഭരിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ അസാധാരണമായ അടയാളങ്ങൾ മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണങ്ങളായിട്ട് കരുതണമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നതും ഈ കാര്യം കൊണ്ട് തന്നെയാണ്. He will break into our sinful world like a cleansing fire. എല്ലാം ശുദ്ധീകരിക്കുന്ന അഗ്നിയായിട്ടാണ് ഈശോ രണ്ടാമത് വരുന്നത്. എ വൈൽഡ് സ്റ്റോം, വലിയ കൊടുങ്കാറ്റായിട്ടാണ്. എ വയലൻ്റ് റെവല്യൂഷൻ, എല്ലാം ഇളക്കി മറിക്കുന്ന വിപ്ലവമായിട്ടാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. ആ വരവ് നമ്മെ എല്ലാവരെയും നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞുള്ള ചിന്തകളിലേക്കാണ് കൊണ്ടുവരേണ്ടത്. വേദസംഹിതയിലുള്ള ഒരു സർവപ്രധാനമായ ഓർമ്മപ്പെടുത്തലാണ് മെമെൻറ്റോ മോറി എന്ന ലത്തീൻ വാക്യം. മെമെൻറ്റോ മോറി എന്ന് പറഞ്ഞാൽ റിമെമ്പർ ദാറ്റ് യു വിൽ ഡൈ. മെമെൻറ്റോ, റിമെമ്പർ ദാറ്റ് യു വിൽ ഡൈ. മരണചിന്ത നമുക്കെപ്പോഴും വേണം. മരണചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് സ്വർഗോന്മുഖമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും ഒക്കെ ഉയർത്താനായിട്ട് സാധിക്കുന്നത്. The best way to prepare is to watch, pray and remove our sins. പ്രാർത്ഥിക്കുക, ജാഗ്രതയോടെ ജീവിക്കുക, പാപങ്ങളിൽ നിന്ന് വിട്ടകലുക. ഇങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വരവിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ വീടുകളിലും കുട്ടികളോടുമൊക്കെ പറയണം. പണ്ട് നമ്മളുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന കാറ്റക്കിസം വളരെ ശക്തമായിരുന്നു. മരണം, സ്വർഗം, അന്ത്യവിധി, ശുദ്ധീകരണ സ്ഥലം, നരകം, ആത്മാക്കൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മുടെ മാതാപിതാക്കൾ പറയുകയും പ്രാർത്ഥിക്കുകയും കുട്ടികളെ ആ ഒരു ഹോം കാറ്റക്കിസത്തിലേക്ക്
കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. അവർ ടങ്സ് ആർ ദ കീസ് ടു ഓപ്പൺ ഹെവൻ ടു അതേഴ്സ്. നമ്മളുടെ നാവുകളാണ് സ്വർഗം തുറക്കുന്ന താക്കോലുകൾ. നമ്മുടെ സ്വർഗത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ചൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മൾ സ്വർഗം തുറക്കുന്ന താക്കോല് ആയിട്ട് മാറണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന പ്രപഞ്ച ശക്തികളുടെ ആ ഒരു മാറ്റം നമുക്കറിയാമല്ലോ. ഈ പ്രപഞ്ചശക്തികളോട് ചേർന്ന് അല്ലാതെ നമുക്ക് ജീവിക്കാനൊക്കെയില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം നമ്മളുടെ സമനിലയെയും നമ്മുടെ വീക്ഷണങ്ങളെയും ക്രമപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അവയുടെ താഴേക്കുള്ള പതനം അല്ലെങ്കിൽ അവർ വെളിച്ചം തരാണ്ട് നിൽക്കുന്ന അവസ്ഥ, ഞാൻ കരുതുന്നത് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അവയുടെ ദൗത്യം പൂർത്തിയാക്കുകയാണ്. സൂര്യൻ ഇരുണ്ടു പോകുന്നു, ചന്ദ്രൻ അല്പം പോലും വെളിച്ചം നൽകുന്നില്ല, നക്ഷത്രങ്ങൾ പറഞ്ഞ് ഭൂമിയിലേക്ക് വീഴുന്നു. അവയുടെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു. അത്രയേ അവരിൽ നിന്ന് ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പ്രപഞ്ച ശക്തികളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവ നമ്മെ ബോധ്യപ്പെടുത്തേണ്ട യാഥാർത്ഥ്യങ്ങളാണ് സ്വർഗത്തെക്കുറിച്ച് എന്ന് പഠിപ്പിക്കുന്നത്. പണ്ഡിതനായ ഒറിജൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഓരോ മനുഷ്യനിലും ഒരു ചെറിയ പ്രപഞ്ചമുണ്ട്. ഓരോ മനുഷ്യനിലും ഒരു സൂര്യനുണ്ട്, ഒരു ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അതാണ് വെളിച്ചം. ആ വെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കണം. ആ വെളിച്ചമാണ് നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ആ ഒരു ജാഗ്രതായ ജീവിതത്തിലേക്ക് നമ്മെ എത്തിക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന പാഠം, ജീസസ് ഇൻറ്റൻസ് ടു സ്പീക്ക് ഓഫ് എ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും, സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ് ഉണ്ടാകുമ്പോൾ, പൂർണ്ണമായ എക്ലിപ്സിലേക്ക് വരുമ്പോൾ പ്രപഞ്ചത്തിൽ പിന്നെ വലിയൊരു ബ്ലാക്ക് ഔട്ടാണ്. അവിടെ പിന്നെ ഇരുട്ട് മാത്രമാണ്, അന്ധകാരം മാത്രമാണ്. അവിടെ ഒരു ജീവിക്കും ആ ജീവൻ സംരക്ഷിക്കാനായിട്ട് സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് ഈ ലോകത്തെ അറിയിക്കാനുള്ള മാധ്യമങ്ങളാണ് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം. അതുകൊണ്ട് കർത്താവ് ഇന്ന് ഈ സുവിശേഷത്തിലൂടെ, സ്ലീവ കാലത്തിലൂടെ, എലിയ, സ്ലീവ, മോശെ എന്ന പൊതു ആരാധനാക്രമ കാലഘട്ടത്തിലൂടെ ഓരോ ദിവസവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രപഞ്ച സൃഷ്ടികൾ നമുക്ക് നൽകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കി കർത്താവിൻ്റെ ആഗമനം അടുത്തു കഴിഞ്ഞു എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തണം എന്ന് തന്നെയാണ്. ഈശോ അവിടെ അത്തിമരത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അത്തിമരം തളിർത്ത് പുതിയ ഇലകൾ വരാൻ തുടങ്ങുമ്പോൾ വേനൽക്കാലമായി എന്ന് നമ്മൾ പറയുന്നു. നമ്മളങ്ങനെ അടയാളങ്ങളൊക്കെ കണ്ടെത്തി ജീവിക്കുന്ന വലിയൊരു പാരമ്പര്യം കൂടെ നമ്മുടെ പൂർവികർക്ക് ഉള്ളതാണല്ലോ. അങ്ങനെ അതുവഴി കാലാവസ്ഥ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമെങ്കിൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ വഴി കർത്താവ് വരാൻ പോകുന്നു, ഈ ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്ന ആ ചിന്ത നമുക്ക് ഹൃദയത്തിൽ കൊണ്ടു നടക്കാം. ജീസസ് കമ്മിങ് കുഡ് ബി അക്കംപ്ലിഷ്ഡ് അറ്റ് എനി മൊമെൻറ്റ്. സാർവത്രിക വേദപാഠം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. 673 പാരഗ്രാഫിൽ ഇത് എപ്പോൾ എന്ന് സംഭവിക്കും എന്നതല്ല. ഇൻസ്റ്റെഡ് ഓഫ് ട്രൈയിങ് ടു പ്രെഡിക്റ്റ് ദി എക്സാക്റ്റ് ഫ്യൂച്ചർ, ജീസസ് വാണ്ട്സ് us ടു പ്രിപ്പയർ ഫോർ ഇറ്റ്. എന്നാണ് ലോകാവസാനം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ഒരു മ്ലാനതയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെലിബ്രേഷനിൽ കഴിയാതെ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക. പല രാജ്യങ്ങളും പല അവസരത്തിൽ ലോകാവസാനം ആഘോഷിച്ചിട്ടുണ്ട്. ഒരു വലിയ വിരുന്ന് കൊടുക്കുകയും പായസം വെക്കുകയും
വീട്ടുകാരെയെല്ലാം വിളിച്ചു കൂട്ടുകയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ചുരുക്കം ചില സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ അവസാനമാണ്, തീരാൻ പോവുകയാണ്, ഈശോ അതിനെ നിഷേധിക്കുകയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ട്രൈ ടു പ്രിപ്പയർ ഫോർ ഇറ്റ്. നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് വിനയത്തോടും ലാളിത്യത്തോടും കൂടി സുവിശേഷ ചൈതന്യത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് കർത്താവിനെ നമുക്ക് ഉള്ളിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഹൃദയപൂർവ്വം, ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ ഈ വരവിനെ എടുക്കാനായിട്ട് നമ്മൾ ഒരുക്കപ്പെടണം. അതാണ് ഇന്നത്തെ സുവിശേഷം. ലോകത്തിൻ്റെ 4 ഭാഗങ്ങളിൽ നിന്നും കർത്താവ് എല്ലാവരെയും ഗ്യാദർ ചെയ്യും, ഒന്നിച്ചു കൂട്ടും. ഏറ്റവും വലിയ ഗ്യാദറിങ് കർത്താവിൻ്റെ 2ാമത്തെ വരവാണ്. ആ വരവിൽ ആത്മീയ മാനദണ്ഡങ്ങളോടുകൂടി ജീവിച്ചവരെയെല്ലാം കർത്താവ് തന്നിലേക്ക് കൂട്ടി യോജിപ്പിക്കുകയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ ഒരു വലിയ രഹസ്യത്തിലേക്ക് അടുപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ആ കാര്യമാണ് ഈ കാലഘട്ടത്തിലെ ആരാധനാക്രമ മത്സരത്തിലെ പ്രധാനപ്പെട്ട ചിന്തകളും ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന കാര്യവും. നമുക്കത് ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒരുക്കമുള്ളവരായിരിക്കാം, ജാഗ്രത പാലിക്കാം, മരണചിന്തയോടുകൂടി നമുക്ക് നടക്കാം. അതുപോലെ നമ്മുടെ പൂർവികരൊക്കെ മരിക്കുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ബെസ്പുർക്കാന കൂട്ടം എന്നൊരു ക്രമമുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അപ്പനും അമ്മയൊക്കെ മരിക്കുമ്പോൾ ബെസ്പുർക്കാന എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലം എന്നാണ്. ബേസ് രക്ഷ, ബേസ് വീട്, പുർക്കാന രക്ഷ, രക്ഷയുടെ ഭവനം എന്നാണ് ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള പേര്. ശുദ്ധീകരണത്തിലേക്ക് പോകുന്ന ആത്മാവ് സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് മരണപ്പെട്ട മാതാപിതാക്കളെ കുറിച്ച് 5-6 ദിവസങ്ങൾ വീട്ടിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കുന്നതാണ് ബെസ്പുർക്കാന കൂട്ടം. ആ ദിവസങ്ങളിൽ നമ്മൾ മറ്റൊന്നും സംസാര വിഷയമാക്കുന്നില്ല. ആര് മരിച്ചോ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും മിതമായ ഭക്ഷണ പാനീയങ്ങൾ കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. നമ്മളും അങ്ങനെയാണല്ലോ. മരണപ്പെട്ട് 7-ാം ദിവസം അല്ലെങ്കിൽ 6-ാം ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ആ ഒരു ക്രമമാണ് പൗരാണിക ഭാഷയിൽ പറഞ്ഞാൽ ബെസ്പുർക്കാന കൂട്ടം. അതും ഈ കർത്താവിൻ്റെ 2ാമത്തെ വരവിലേക്ക് നമ്മെ എത്തിക്കുന്ന കാര്യമാണെന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് ഈ വിശുദ്ധ എല്ലാ തരത്തിലും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും അടയാളമായിരിക്കണം. ഒരു വിശുദ്ധ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുർബാനയിലൂടെ, ഈ സെമിത്തേരി സന്ദർശനത്തിലൂടെ, ഈ തിരുവചന ശ്രവണത്തിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട മാറ്റങ്ങളാണ്. അതാണ് ആത്യന്തികമായിട്ട് വിശുദ്ധ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെന്തെങ്കിലും അകൽച്ചയോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറണം. ഏതെങ്കിലും വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവർ മക്കളുമായിട്ട് സംസാരിക്കാതെയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതെയും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരവസരമായിട്ടുകൂടെ ഈ വിശുദ്ധയെ നമ്മൾ കാണണം. വിശുദ്ധ കൂട്ടായ്മയാണ്. ഒറ്റ കുർബാനയിൽ നമ്മൾ ഒന്നിക്കുകയാണ്, ഒരേ സ്വരത്തിൽ നമ്മുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ഒരിടവക എന്നതൊരു വീടാണ് എന്നുള്ള ആ ബോധ്യം ഒരിക്കൽ കൂടി നമുക്ക് തിരിച്ചറിയുവാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ട് നിങ്ങളിതിനെ എടുക്കണം. നിങ്ങൾ നന്നായിട്ട് ഇതിനു വേണ്ടി ഒരുങ്ങി. ഇന്നലത്തെ പ്രതിനിധി യോഗത്തിലെ പങ്കുവയ്ക്കലുകൾ എനിക്ക് വളരെ തൃപ്തികരമായ രീതിയിലായിരുന്നു. നിങ്ങളതിനു വേണ്ടി ഒരുങ്ങി. നിങ്ങൾക്ക് കാര്യങ്ങളറിയാം, സംസാരിക്കാനറിയാം, ചിന്തകൾ പങ്കുവയ്ക്കാനറിയാം. ഈ വളർന്നു വരുന്ന പുത്തൻപള്ളി ഇടവകയുടെയും ഈ കുന്നിൻ്റെയും പ്രാധാന്യവും നിങ്ങൾക്കറിയാം. അതെല്ലാം ആമുഖ വാക്കുകളിൽ ബഹുമാനപ്പെട്ട വിചാരിച്ചൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമുക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെമിത്തേരി സന്ദർശനത്തിലും എല്ലാവരും പങ്കെടുക്കണം. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും ഒന്നിച്ച് പറുദീസായെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് സെമിത്തേരിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിനെയും നമ്മുടെ സ്വർഗപ്രവേശനത്തെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന തിരുസഭയുടെ പ്രബോധനം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഞാൻ പ്രിയപ്പെട്ട വിചാരിച്ചനെയും കൊച്ചനെയും വികാരന്മാരെയും കമ്മിറ്റിക്കാരെയും എല്ലാവരെയും നമ്മുടെ സമർപ്പിത സഹോദരിമാർ 5 മഠങ്ങളുണ്ട്. അവരുടെ സാന്നിധ്യവും അവരുടെ സഹകരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. വൈദിക പരിശീലന
കേന്ദ്രം ഉണ്ട്. അവിടെ സ്മാഷന്മാർ പഠിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിമേട് തന്നെ ചുരുങ്ങിയ വർഷങ്ങളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും മൈനർ സെമിനാരിയും മിഷൻ ഹോമും ഒന്നിച്ച് നടന്ന ഒരു സ്ഥലവും കൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക് ഓർമ്മപ്പെടുത്തലിൻ്റെ അടയാളം കൂടിയാണതെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. അങ്ങനെ ഒത്തിരി ചരിത്ര സംഭവങ്ങളുടെ സ്മാരകമായിട്ടുള്ള ഒരു ദേശം കൂടിയാണ് ഈ ഇടവകയും ഈ പ്രദേശവും എന്ന് നമ്മൾ തിരിച്ചറിയണം. അച്ഛൻ്റെ കരുതലും അച്ഛൻ്റെ ജപാലനപരമായിട്ടുള്ള സമീപനങ്ങളും ഈ ഇടവകയെ വളർത്തുകയും ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ നല്ലപോലെ പ്രാർത്ഥിക്കുന്നയാളാണ്, നല്ലപോലെ വായിക്കുന്നയാളാണ്. അച്ഛന് വലിയ ദേവാലയങ്ങളും സെമിത്തേരികളും എല്ലാം പണിയിപ്പിച്ച് ജപാലനപരമായിട്ടുള്ള മികവ് ഇതിനോടകം തെളിയിച്ച ആളാണ്. ഏതോ പ്രതിസന്ധിയെയും പ്രാർത്ഥനാപൂർവം സ്വീകരിച്ച് തരണം ചെയ്ത് കർത്താവ് അദ്ദേഹത്തെ നയിക്കുന്ന വിധത്തിൽ ഇടവകയെ കൊണ്ടുപോകുന്ന ആ ഒരു ചാതുരി ഞാൻ വർഷങ്ങളായിട്ട് അച്ഛനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അച്ഛൻ പണിയിപ്പിച്ച ദേവാലയം വളരെ മികവുറ്റ ദേവാലയമാണ്. അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം ഓരോ ഇടവകയിലും അച്ഛൻ ചെയ്തത് ഏവർക്കും സ്വീകാര്യമായ കാര്യങ്ങളായിരുന്നു. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അച്ഛൻ ഇവിടെ ചെയ്തു. ഇനിയും അച്ഛന് ജപാലനപരമായ മറ്റു പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ കൗൺസിലെല്ലാം അത് ചർച്ച ചെയ്യുകയും അതിനുവേണ്ട നീക്കങ്ങളെല്ലാം നടത്തുകയും ചെയ്യുകയാണ്. നമ്മളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു. മാർ ഗീവർഗീസിനും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിക്കുന്നു. ഉദ്ധിതനായ ഈശോ നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ.